ഹായ്, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻസും ഓൾജിബ്രാസും പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രോബ്ലംസും ചെയ്തു. ഇനി നമുക്ക് മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കുറച്ച് ഡെഫിനിഷൻസും പ്രോബ്ലംസും നോക്കാം. സോ ഫസ്റ്റ് വൺ, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. So a transpose of a matrix is the matrix obtained by interchanging the rows and columns, and the transpose of A is denoted by A transpose or A power T or A dash. So എന്താണ് ട്രാൻസ്പോസ്? ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റോസ് എടുത്ത് കോളം ആക്കുക, കോളംസ് എടുത്ത് റോസ് ആക്കുക. സോ ഫോർ എക്സാമ്പിളായിട്ട് A is equal to 1, 2, 3, 4, 5, 6 ആണെന്ന് വിചാരിക്കുക. സോ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 3/2 ആണല്ലോ. ഓക്കെ, 3 റോസും 2 കോളംസും ഉണ്ട്. സോ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും? ഇവിടെ 1, 2 റോ ആണെങ്കിൽ ഇവിടെ 1, 2 കോളം ആക്കുക. അതേപോലെ 3, 4 ഇവിടെ കോളം ആക്കുക. സോ മൂന്നാമത്തെ റോ ആയിട്ടുള്ള 5, 6 ഇവിടെ കോളമായിട്ട് മാറും. സോ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2/3 ആയിരിക്കും. സോ ഇവിടെ എത്രയാണോ ഓർഡർ അതിന് നേരെ തിരിഞ്ഞു വരും എ ട്രാൻസ്പോസിന്, അതുകൂടി ശ്രദ്ധിക്കുക. വേറൊരു എക്സാമ്പിൾ, B is equal to the column matrix. സോ ഈ കോളം മാട്രിക്സിൻ്റെ ഓർഡർ 3/1 ആണ്. 3 റോസും 1 കോളമാണുള്ളത്. സോ B ട്രാൻസ്പോസ് എന്തായിരിക്കും? 10 ഇവിടെ റോ ആണെങ്കിൽ 10 ഇവിടെ കോളമാവും. 11 ഇവിടെ സെക്കൻഡ് റോ ആണെങ്കിൽ 11 ഇവിടെ സെക്കൻഡ് കോളമാവും. അതേപോലെ 12ഉം. സോ ഇവിടെ ഓർഡർ എത്രയാണ്? 1/3. ക്ലിയർ ആണല്ലോ. ഇനി ട്രാൻസ്പോസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുകൾ. സോ ഫസ്റ്റ് വൺ, A ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എപ്പോഴും A ആയിരിക്കും. സെക്കൻഡ് വൺ, A plus B all transpose is equal to A transpose plus B transpose. A and B being the same size. കാരണം നമുക്കറിയാം ആഡ് ചെയ്യണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും രണ്ട് മെട്രിസസുകളുടെ സൈസ് എപ്പോഴും സെയിം ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ ഓർഡർ എപ്പോഴും സെയിം ആയിരിക്കണം. നെക്സ്റ്റ്, KA all transpose is equal to K into A transpose where K is any number. Fourth one, AB all transpose is equal to B transpose into A transpose where A and B being conformable for matrix multiplication. കാരണം ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്കറിയാം രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും സെയിം ആയിരിക്കണം. സോ അതാണ് ഇവിടെ കണ്ടീഷൻ പറഞ്ഞത്. സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കേസുകളിലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എലമെൻ്റ് ആയിരുന്നു നമ്മൾ എടുത്തെഴുതാറ്. കാരണം ഇവിടെയൊക്കെ നോക്കുക, A plus B ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് ആണ്. സോ ഇവിടെയും തെറ്റാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ഓർത്ത് വയ്ക്കുക, AB ഓൾ ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണ്. ക്ലിയർ ആണോ നോക്കുക. സെക്കൻഡ് ഡെഫിനിഷൻ, സിമ്മെട്രിക് matrices. A square matrix A is said to be symmetric if A transpose is equal to A. സോ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് കാൽക്കുലേറ്റ് ചെയ്ത് ആ മെട്രിക്സ് തന്നെ തിരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ക്വയർ മെട്രിസസുകളെയാണ് നമ്മൾ സിമ്മെട്രിക് മെട്രിസസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, A is equal to the 3/3 മെട്രിക്സ് 1, 2, 3, 2, 4, 5, 3, 5, 6. സോ ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ എങ്ങനെ വരും? ഇവിടെ 1, 2, 3 റോ ആയിരുന്നു, അവിടെ കോളമായി. 2, 4, 5 ഇവിടെ റോ ആയിരുന്നു, ഇവിടെ കോളം. 3, 5, 6 ഇവിടെ റോ ആണ്, ഇവിടെ വന്നപ്പോൾ കോളം. പക്ഷേ ഈ രണ്ട് മെട്രിസസുകളും സെയിം തന്നെയാണല്ലോ. സോ ദിസ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു A. സോ A ഈസ് എ സിമ്മെട്രിക് മെട്രിക്സ്. വേറൊരു എക്സാമ്പിൾ നോക്കുക, 2/2 മെട്രിക്സ് AXXZ. ബിയുടെ ട്രാൻസ്പോസ് എന്താണ്? ബിയുടെ ട്രാൻസ്പോസ് എന്താണ്? AX ഇവിടെ റോ ആണ്, ഇവിടെ കോളമായി. XZ ഇവിടെ റോ ആണ്, കോളമായി. സോ ഈ മെട്രിക്സ് എന്ത് തന്നെയാണ്? B തന്നെയാണ്. സോ B ഈസ് ഓൾസോ എ സിമ്മെട്രിക് മെട്രിക്സ്. നെക്സ്റ്റ്, തേർഡ് ഡെഫിനിഷൻ, സ്ക്യൂ സിമ്മെട്രിക് മെട്രിസസ്. A square matrix A is said to be skew symmetric if A transpose is equal to -A. സോ ഒരു സ്ക്വയർ മെട്രിക്സ് നിങ്ങൾ എടുത്തു, അതിൻ്റെ ട്രാൻസ്പോസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മെട്രിക്സിൻ്റെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ് എന്ന് പറയുക. സോ ഫോർ എക്സാമ്പിൾ ആയിട്ട് A is equal to the 3/3 മെട്രിക്സ് 0, 2, 3, -2, 0, 4, -3, 4, 0. സോ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും? ഇവിടുത്തെ റോ കോളമായി, രണ്ടാമത്തെ കോളമായി, മൂന്നാമത്തെ റോ ഇവിടെ മൂന്നാമത്തെ കോളമായി. സോ ഇതെടുക്കുക. സോ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എയും A ട്രാൻസ്പോസും ഈക്വൽ അല്ല. ഇനി നമ്മൾ ഇവിടുന്ന് നെഗറ്റീവ് ഒന്ന് പുറത്തെടുക്കുക. ഇതിന് നെഗറ്റീവ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും?
സോ ഇവിടെ 0 തന്നെയാണ്. -2നെ നെഗറ്റീവ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2, ഇവിടെ 3 വരും. 2ൽ നിന്ന് നെഗറ്റീവ് പുറത്തെടുക്കുക, കാരണം പക്ഷേ ഇവിടെ നെഗറ്റീവ് ഇല്ല. സോ പുറത്തെടുത്ത് കഴിഞ്ഞാൽ -2 ആയിട്ട് മാറും. ഇവിടെ 0, ഇവിടെ -4, 3 -3 ആവും, -4 4 ആവും, 0. ക്ലിയർ ആണോ നോക്കുക, കാരണം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക, ഇതന്നെ കിട്ടുന്നില്ല എന്നുള്ളത്. -0 0 ആണ്, -2 -3, -2 +2 ആണ്, -0 0, -4 4. അതേ രീതിയിൽ വരും. ഇനി ഈ മെട്രിക്സ് നോക്കുക, നെഗേഷന് ശേഷമുള്ള മെട്രിക്സ് നോക്കുക. 0 2 3, -2 0 -4, -3 4 0. സോ ഈ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടി? A transpose is equal to -A. So which implies that A is a skew symmetric matrix. വേറൊരു എക്സാമ്പിൾ, B equal to the matrix 0 A -A 0. സോ B transpose ഇങ്ങനെ വരുമല്ലോ. ഓക്കെ, സോ ഇതിൽ നിന്ന് നെഗറ്റീവ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 A -A 0. But this matrix is nothing but B. ക്ലിയർ ആണോ നോക്കുക. So B transpose is equal to -B, which implies that B is also a skew symmetric matrix. Next, determinant of a square matrix. അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നതിന് മുമ്പ് അതിൻ്റെ നൊട്ടേഷൻ നോക്കുക. A ആണ് നമ്മുടെ മെട്രിക്സ് എങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് A is denoted by ഒരു 2 വരയ്ക്കുള്ളിൽ A എഴുതുക, ഓർ ഡിറ്റ് A. ഓക്കെ, ഇനി നമ്മൾ ഡെഫിനിഷനിലോട്ട് പോവാണ്. നമ്മൾ ഓരോ ഓർഡറിലായിട്ട് പറയുകയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 1. സോ നിങ്ങൾ ഈ ഡിറ്റർമിനൻറ്റ് പറയുമ്പം നിങ്ങൾക്ക് മുന്നേ പഠിച്ച ഡിറ്റർമിനൻറ്റുമായിട്ട് സിമിലർ ആണോ നോക്കുക. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 1. സോ ഇഫ് A is equal to a 1/1 matrix A11, then determinant of A is A11 itself. സോ ഒരു എലമെൻറ്റേ നിങ്ങളുടെ മെട്രിക്സിലുള്ളൂ എങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ആ എലമെൻറ്റ് തന്നെയായിരിക്കും. ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. So suppose A is equal to the order 2 matrix A11, A12, A21, A22. Then the determinant of A is nothing but determinant of A11, A12, A21, A22. So നമ്മൾ പഠിച്ച അതേ ഡിറ്റർമിനൻറ്റ് തന്നെയാണ് ഇവിടെ. സോ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഇങ്ങനെയാണല്ലോ. ഓക്കെ, പ്രിൻസിപ്പൽ ഡയഗണലിലെ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഓഫ് ഡയഗണലിലുള്ള എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്തായിരിക്കും? So if A is equal to the order 3 matrix A11, A12, A13, A21, A22, A23 and A31, A32, A33, then determinant of A is this. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ. സോ ഇതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മൈനർ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ എ മെട്രിക്സ്. So minor of an element in a matrix is the determinant of the matrix obtained by deleting the column and row containing that element, and the minor of the element Aij is usually denoted by Mij. സോ മൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു സ്ക്വയർ മെട്രിക്സ് എടുക്കുക, അതിലേതെങ്കിലും ഒരു എലമെൻറ്റ് എടുക്കുക, ആ എലമെൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കി ബാക്കി കിട്ടുന്ന എലമെൻറ്റ്സ് എഴുതുക. അതിൻ്റെ ഡിറ്റർമിനൻറ്റിനെയാണ് മൈനർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ എലമെൻറ്റ് എന്ന് പറയാം. സോ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ജനറൽ 3 ഓർഡറിലുള്ള മെട്രിക്സ് എടുത്തു എന്ന് വിചാരിക്കാം. സോ നമുക്ക് ഇത് കാണണമെന്ന് വിചാരിക്കാം. മൈനർ ഓഫ് A11 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. സോ ഇതിൻ്റെ നൊട്ടേഷൻ എങ്ങനെയായിരുന്നു? M11. ഓക്കെ, സോ മൈനർ ഓഫ് A11 കാണണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? A11നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ദിസ് ഈസ് ഡിറ്റർമിനൻറ്റ് A22, A23, A32, A33. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മൈനർ ഓഫ് A12 എന്തായിരിക്കും? നൊട്ടേഷൻ ഇസ് M12. അതായത് A12നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കുക, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എഴുതുക, അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ എന്തായിരിക്കും? A21, A23, A31, A33. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനർ ഓഫ് ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുക്കുക. ഇപ്പോൾ A32 എടുക്കുക എന്ന് വിചാരിക്കുക. സോ ഇതെന്തായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? സോ മൈനർ ഓഫ് A32 എന്താണ്? A32നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എഴുതുക, അതിൻ്റെ ഡിറ്റർമിനൻറ്റ്.
സോ A32 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ A11, A13, A21, A23. ഓക്കെ, സോ ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ നമുക്ക് എഴുതാം. ക്ലിയർ ആണോ നോക്കിയേ. നെക്സ്റ്റ്, cofactor of an element in a matrix. The cofactor of an element Aij in a square matrix is denoted by Cij and is defined by Cij is equal to minus 1 power I plus j Mij, where Mij is the minor of Aij. സോ കോഫാക്ടർ ഓഫ് എൻ എലമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു സ്ക്വയർ മാട്രിക്സ് എടുക്കുക, അതിലൊരു എലമെൻ്റ് എടുക്കുക, അതിൻ്റെ മൈനർ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനോട് -1 പവർ അതിൻ്റെ പൊസിഷൻസിനുള്ള ആൾക്കാർ ആഡ് ചെയ്യുക, എന്നിട്ട് പ്രോഡക്റ്റ് ചെയ്യുക. സോ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഈ എക്സാമ്പിൾ നോക്കുക. സപ്പോസ് A is equal to 3 ഓർഡറിലുള്ള ഒരു ജനറൽ മാട്രിക്സ് എടുത്തു. സോ നമുക്ക് കോഫാക്ടർ ഓഫ് A11 കാണണമെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു C11. സോ ഇതെന്താണ്? -1 പവർ 1 + 1 M11. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു -1 സ്ക്വയർ 1 തന്നെയാണ്. N11 എന്താണ്? A11 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ള എലമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ഇതെന്തായിരിക്കും? A22, A23, A32, A33. ക്ലിയർ ആണോ നോക്കുക. നെക്സ്റ്റ്, കോഫാക്ടർ ഓഫ് A12 കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. സോ ഡിനോട്ടഡ് ബൈ C12. ദിസ് ഈസ് ഈക്വൽ ടു -1 പവർ 1 + 2. ഈ സഫിക്സ് അതേപോലെ തന്നെ ആഡ് ചെയ്യുക, ആൻഡ് M12. ദിസ് ഈസ് ഈക്വൽ ടു -1 പവർ 1 + 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1³ ആണ്, ദാറ്റ് ഈസ് -1 ആണ്. സോ -1 ഇൻറ്റു M12 എന്താണ്? A12 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ള എലമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ദാറ്റ് ഈസ് A21, A23, A31, A33. So that is minus the determinant A21, A23, A31, A33. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഫാക്ടർ ഓഫ് A32 എന്തായിരിക്കും? ഇതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്. ദിസ് ഈസ് ഈക്വൽ ടു A32 ആണ്. സോ -1 പവർ 3 + 2 M32. ഓക്കെ, സോ -1 പവർ 5 ആണ് ഇവിടെ വരിക. സോ മൈനസ് വരും. M32 ഡിറ്റർമിനൻ്റ് ഏതാണ്? A32 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ള എലമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ്, ദാറ്റ് ഈസ് A11, A13, A21, A23. ക്ലിയർ ആണോ നോക്കിയേ. സോ ബാക്കിയുള്ളതിൻ്റെ എല്ലാം സിമിലർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ്, കോഫാക്ടർ ആൻഡ് അഡ്ജോയിൻറ്റ് മെട്രിക്സ്. Let A equal to Aij be a square matrix of order n, and let Cij be the cofactor of Aij in A. Then the matrix Cij of cofactors of elements of A is called the cofactor matrix of A, and its transpose is called the adjoint matrix of A. Okay, the cofactor and adjoint matrices are denoted by C and adj A respectively. സോ കോഫാക്ടർ മെട്രിക്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ കോഫാക്ടർ ഓഫ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അത് ആ എലമെൻറ്റ്സിനെല്ലാം അവരവരുടെ പൊസിഷൻ വെച്ച് മെട്രിക്സ് എഴുതുക, അതിനെയാണ് കോഫാക്ടർ മെട്രിക്സ് എന്ന് എഴുതുക. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിൻറ്റ് മെട്രിക്സ് എന്ന് പറയുക. സോ നമുക്കതൊന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ നോക്കുക. സപ്പോസ് A is equal to the 2x2 മെട്രിക്സ് 1, 2, 3, 4. സോ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടി കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. സോ കോഫാക്ടർ ഓഫ് 1 എന്തായിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു C11 ആണ്. സോ C11 ഇസ് -1 പവർ 1 + 1 M11 ആണ്. M11 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1th പൊസിഷനിലുള്ള ആളെടുക്കുക, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക. സോ നമ്മൾ ഡെഫിനിഷനിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ M11 അങ്ങനെ തന്നെ എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു
ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു -1 പവർ 1 + 1 1 തന്നെയാണ്. M11 എന്താണ്? 1th പൊസിഷനിലെ ആൾ 1 ആണ്. 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നെക്സ്റ്റ്, കോഫാക്ടർ ഓഫ് 2, that is equal to C12 equal to -1 power 1 + 2 M12. So this is equal to -1 power 1 + 2 എന്താണ്? -1 ആണ്. ഇൻറ്റു M12 ഇസ് 1/2 പൊസിഷനിൽ 2 ആണ്. 2നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് 3 ആണ്. സോ ദിസ് ഈസ് -3. നെക്സ്റ്റ്, കോഫാക്ടർ ഓഫ് 3. Again C21 -1 power 2 + 1 M21. വീണ്ടും -1 തന്നെയാണ്. 2th പൊസിഷനിലുള്ള ആളിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് 2. സോ ദിസ് ഈസ് -2. നെക്സ്റ്റ്, കോഫാക്ടർ ഓഫ് 4 എന്തായിരിക്കും? നൊട്ടേഷൻ C22 ആണ്. -1 power 2 + 2 M22. സോ ദിസ് ഈസ് ഈക്വൽ ടു -1 power 4 ആണ്, അത് 1 തന്നെയാണ്. 2th പൊസിഷനിലുള്ള ആളിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ നമ്മൾ കോഫാക്ടേഴ്സ് ഓഫ് ഈച്ച് എലമെൻറ്റ്സ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ്, കോഫാക്ടർ മെട്രിക്സ് എഴുതാം. ദി കോഫാക്ടർ മെട്രിക്സ് ഇസ്, ഓക്കെ, സോ ഇതിൻ്റെ നൊട്ടേഷൻ C ആയിരുന്നു. സോ നമ്മൾ എഴുതിയത് ഇങ്ങനെയാണ്: C11, C12, C21, C22. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 4 -3 -2 1. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്ജോയിൻറ്റ് എന്തായിരിക്കും? അഡ്ജോയിൻറ്റ് ഓഫ് A is nothing but C transpose. So this is equal to matrix 4 -3 -2 1. Clear ആണോ നോക്കിയേ? നെക്സ്റ്റ്, ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. A square matrix A of order n is invertible if there exists a square matrix B of the same order such that AB equal to In, this is equal to BA. In such a case, we say that the inverse of A is B and write B equal to A inverse. സോ എന്താണ് ഇൻവേഴ്സ്? ഒരു സ്ക്വയർ മാട്രിക്സ് എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മാട്രിക്സ് ബി കിട്ടിയെന്ന് വിചാരിക്കുക. ആ ബിക്ക് ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക: എ ബി ഈക്വൽ ടു ദ ഐഡൻറ്റിറ്റി മാട്രിക്സ് ദിസ് ഈസ് ഈക്വൽ ടു ബി എ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാട്രിക്സിനെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ എന്ന് പറയുക. So in such a case we say that the inverse of A is B and we write B equal to A inverse. സോ നമുക്കൊരു എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ബി കണ്ടുപിടിക്കുക ഈ ഡെഫിനിഷനിലൂടെ ബുദ്ധിമുട്ടാണ്. സോ നമ്മളൊരു ഫോർമുല ഉപയോഗിക്കും, ഫൈൻഡിങ് ദ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, ആൻഡ് ദാറ്റ് ഫോർമുല ഇസ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജ് എ ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. സോ എക്സാമ്പിൾ നോക്കുക, നമ്മൾ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുക. സോ അവിടെ നമ്മൾ A 1 2 3 4 എന്നെടുത്തു. നമുക്ക് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇങ്ങനെയായിരുന്നു കിട്ടിയത്. സോ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. സോ അതിന് നമ്മൾ ആദ്യം അടുത്തതായിട്ട് ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എന്താണ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ? ദിസ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് 1 2 3 4 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 × 4 4 -3 × 2 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. സോ എ ഇൻവേഴ്സ് എന്തായിരിക്കും? അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എന്താണ്? -2 ആണ്. സോ 1/-2 അഡ്ജോയിൻറ്റ് ഓഫ് എ എന്താണ്? 4 -2 -3 1. ക്ലിയർ ആണോ നോക്കിയേ? ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു -1/2 4 -2 -3 1. ഓക്കെ, ക്ലിയർ ആണോ നോക്കുക? അടുത്തത് നോക്കുക, സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് ദ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്. സോ നിങ്ങൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മെട്രിക്സ് പഠിച്ചപ്പം അവിടെ 3 ലീനിയർ ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഇൻവേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച്, ഇൻവേഴ്സ് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് സെയിം സെറ്റ് ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്.
So consider the following system of 3 linear equations in 3 unknowns. Let it be a1x plus b1y plus c1z is equal to d1, a2x plus b2y plus c2z equal to d2, a3x plus b3y plus c3z equal to d3. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മെട്രിസസുകൾ ഉണ്ടാക്കുകയാണ്. സോ സപ്പോസ് എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും കൂടെയുള്ള ആൾക്കാരെ എടുക്കുക. അതിനെ നമ്മൾ കോയിഷൻസ് എന്ന് പറയാം. എക്സിൻ്റെ കോയിഷൻസ് എടുക്കുക, വൈയുടെ കോയിഷൻസ്, സെഡിൻ്റെ കോയിഷൻസ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ആക്കി മാറ്റുക. സോ ക്യാപിറ്റൽ എ കോയിഷൻസ് കൊണ്ടുള്ള മെട്രിക്സ് ആയതുകൊണ്ട് ഇതിനെ കോയിഷൻ്റെ മെട്രിക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. നെക്സ്റ്റ് നമ്മുടെ അൺനോൺസിനെ ഒരു കോളം മെട്രിക്സ് ആക്കി മാറ്റുക, അതിനെ ക്യാപിറ്റൽ എക്സ് എന്ന് വിളിക്കുക. അതേപോലെ നമ്മുടെ കോൺസ്റ്റൻസിനെ ഒരു കോളം മെട്രിക്സ് ആക്കി മാറ്റുക, അതിനെ ഡി എന്ന് വിളിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റത്തിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എ എക്സ് ഇസ് ഈക്വൽ ടു ഡി. സോ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് ക്യാപിറ്റൽ എ എക്സ് ഇതെഴുതി നോക്കാം. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്നാണ്. സോ എ എക്സ് എന്താണെന്ന് എഴുതി നോക്കാം. So capital A is A1, B1, C1, A2, B2, C2, A3, B3, C3 ആണ്. ഓക്കെ, ക്യാപിറ്റൽ എക്സ് എന്താണ്? ദ മെട്രിക്സ് എക്സ് വൈ സെഡ്. ഓക്കെ, ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇതിൻ്റെ ഓർഡർ 3/3 ആണ്, ഇതിൻ്റെ ഓർഡർ 3/1 ആണ്. ഒന്നാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ്, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് സെയിം ആണ്. സോ നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ദിസ് ഈസ് 3/1. ഓക്കെ, സോ ഇവിടെയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? 1th പൊസിഷനിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. സോ a1x പ്ലസ് b1y പ്ലസ് c1z. ഓക്കെ, നെക്സ്റ്റ് 2th പൊസിഷൻ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം a2x plus b2y plus c2z. Okay, next 3th position third row first column a3x plus b3y plus c3z. Okay, and this is equal to ഇതെന്താണ്? നമ്മുടെ കൺസിഡറേഷൻ പ്രകാരം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? d1. അതേപോലെ സെക്കൻഡ് എഴുതിയിരിക്കുന്ന ടേം എന്താണ്? d2 ആണ്. ആൻഡ് ദ തേർഡ് ഇസ് d3. പക്ഷേ ഇതെന്താണ്? ക്യാപിറ്റൽ ഡി അല്ലേ? സോ നമ്മൾ എന്ത് പറഞ്ഞു? ഈ സിസ്റ്റത്തിനെ നമുക്ക് മാട്രിക്സ് ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈങ് ബൈ എ ഇൻവേഴ്സ്. സോ നമുക്കിവിടെ എന്ത് കിട്ടും? എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ഡി. ഓക്കെ, ക്ലിയർ ആണോ നോക്കുക? ആൻഡ് ദിസ് ഇംപ്ലൈസ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ കുറേ പ്രോപ്പർട്ടീസുകൾ പഠിച്ചിട്ടുണ്ട്. അതിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് ലോ. അതായത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ബ്രാക്കറ്റ് എങ്ങനെ വേണമെങ്കിലും ഇടാമെന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? എ ഇൻവേഴ്സ് എ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഡി. ക്ലിയർ ആണോ നോക്കുക? ആൻഡ് ദിസ് ഇംപ്ലൈസ് എ ഇൻവേഴ്സ് എ എന്താണ്? ഇൻവേഴ്സ് നമ്മൾ എന്തിനായിരുന്നു വിളിച്ചത്? ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ് എങ്കിൽ ആ മെട്രിക്സും അതിന് ഇൻവേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി കിട്ടണ്ടേ? സോ ഐ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എ ഇൻവേഴ്സ് ഡി. സോ ദിസ് ഇംപ്ലൈസ് ഒരു മെട്രിക്സിനെ അതിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഡി. സോ നമ്മൾ സോൾവ് ചെയ്തല്ലോ. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. സോ നിങ്ങൾ ഇത്രയൊന്നും ആലോചിച്ച് വെക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതെന്തായാലും പഠിച്ചു വെക്കുക. കാരണം നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് എ എഴുതുക, എക്സ് എഴുതുക, ഡി എഴുതുക, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, ഡി യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ക്ലിയർ ആണോ?